മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിദേശയാത്രകൾ ഒന്നുപോലും ഫലം കണ്ടില്ല എന്ന് വിവരാവകാശ രേഖ. 10 വർഷത്തിനിടെ നടത്തിയ 25 വിദേശയാത്രകളിൽ ഒന്നിൽ പോലും നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചില്ല എന്ന് വിവരാവകാശ രേഖ. 2016 മുതൽ 2025 വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകളിൽ ഒന്നുപോലും ഫലം കാണാതെ പോയി. വിദേശയാത്രകളിലൂടെ കോടികളുടെ വിദേശ നിക്ഷേപം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വിവരാവകാശ രേഖയിലൂടെ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിദേശയാത്രകളിൽ ഒന്നുപോലും ഫലം കണ്ടിട്ടില്ല. 10 വർഷത്തിനിടെ 25 വിദേശയാത്രകൾ നടത്തിയിരിക്കുന്നു. അതിൽ 1 രൂപ പോലും വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദെ, മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേറ്റതിനു ശേഷം 2016 ശേഷം നടത്തിയ വിദേശയാത്രകളാണ് 25 വിദേശയാത്രകൾ അദ്ദേഹം നടത്തി. അതായത് 2025 അകം 2016 2025 അകം 25 വിദേശയാത്രകൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി നടത്തിയിരുന്നു. നിയമസഭയിലടക്കം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് കോടികളുടെ വിദേശ നിക്ഷേപം ഈ യാത്രകളിലൂടെ ഉണ്ടാകും എന്നായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. UAE, അമേരിക്ക, ഇംഗ്ലണ്ട്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിൻലാൻഡ്, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ബഹ്റൈൻ, നെതർലാൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് മുഖ്യമന്ത്രി യാത്ര നടത്തിയത്. അതിൽ അമേരിക്ക ഒഴിച്ചുള്ള ബാക്കി എല്ലാ വിദേശ യാത്രകളിലും ഖജനാവിൽ നിന്നുള്ള പണമായിരുന്നു ചെലവഴിച്ചത്. യാത്രയിൽ മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനും ഭാര്യയും അടക്കമുള്ളൊരു വലിയ സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിലെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തും, ഒപ്പുവെക്കും, വിദേശ നിക്ഷേപം ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ 25 യാത്ര മുഖ്യമന്ത്രി നടത്തിയതെന്നാൽ വിവരാവകാശ രേഖയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഈ യാത്രകൾ 25 യാത്രകളിൽ കോടികൾ ചെലവഴിച്ച് നടത്തിയ 25 യാത്രകളിൽ ഒരെണ്ണത്തിൽ പോലും കാര്യമായ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ, അതായത് എന്തെങ്കിലും നിക്ഷേപമോ ആ നിക്ഷേപ സംബന്ധമായിട്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുവാനോ അങ്ങനെ ഒരു പദ്ധതിക്കും കഴിഞ്ഞില്ല എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 25 രാജ്യങ്ങളിൽ യാത്ര നടത്തിയത് എന്തിന് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ആ സമയത്ത് നിയമസഭയിലടക്കം ഈ യാത്രകൾ വലിയ വിവാദമാകുന്ന സാഹചര്യത്തിൽ നിയമസഭയിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കോടികളുടെ നിക്ഷേപമാണ് ഉണ്ടാകാൻ പോകുന്നത്, സംസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് പറഞ്ഞതല്ലാതെ മറ്റൊരു കാര്യമായൊരു ഗുണവും ഉണ്ടായിട്ടില്ല. 2022 നോർവേയിൽ മുഖ്യമന്ത്രി യാത്ര നടത്തി 150 കോടിയുടെ നിക്ഷേപം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മാത്രമല്ല ഇലക്ട്രോണിക് ബാറ്ററി ഉൽപ്പാദന ഫാക്ടറി നിർമ്മിക്കും, ഗിഫ്റ്റ് സിറ്റിയിൽ നിക്ഷേപ വാഗ്ദാനം ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. 2019 ജപ്പാൻ, ദുബൈ, കൊറിയ എന്നിവിടങ്ങളിൽ യാത്ര നടത്തി അവിടെ 300 കോടിയുടെ നിക്ഷേപം ഉണ്ടായെന്ന് പറഞ്ഞു. UAE നിന്ന് 500 കോടിയുടെ നിക്ഷേപം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും കോടികളുടെ നിക്ഷേപം ഉണ്ടാകുമെന്ന നിക്ഷേപ കണക്കുകൾ മാത്രമല്ലാതെ ഒരു നിക്ഷേപവും സംസ്ഥാനത്ത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഖജനാവിൽ നിന്ന് കോടികളുടെ നഷ്ടം ഉണ്ടാകുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വിവരാവകാശ രേഖ പറയുകയും ചെയ്തത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ യാത്രകൾ അത്രയും സംഘടിപ്പിച്ചത്? അതും കേവലം ഈ ഔദ്യോഗിക യാത്രകൾ സംഘടിപ്പിക്കുമ്പോൾ ആ ഔദ്യോഗിക യാത്രകളിൽ മറ്റ് കുടുംബാംഗങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി യാത്ര നടത്തിയത്. അതായത് കൊച്ചുമകനും ഭാര്യയും മകളും അടക്കമുള്ളൊരു വലിയ സന്നാഹത്തെ ഇതോടൊപ്പം ഈ യാത്രയോടൊപ്പം കൂട്ടുമായിരുന്നു. അങ്ങനെ ഈ യാത്രയെല്ലാം മുഖ്യമന്ത്രി ഇതുവരെ നടത്തിയ യാത്രകളെല്ലാം വെറും വിനോദസഞ്ചാര യാത്രകളായി മാറിപ്പോയി എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ വിവരാവകാശ രേഖയിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് യാതൊരുവിധ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ധാരണാപത്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഈ യാത്രയുടെ പശ്ചാത്തലത്തിൽ ഒപ്പുവെക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. ഈ വിദേശ യാത്രകളിലൊന്നും കാര്യമായ മാറ്റം വരുത്തത്തക്കവണ്ണമുള്ള ഒരു വിദേശ നിക്ഷേപവും സംസ്ഥാനത്ത് ഉണ്ടായില്ല. വെറും വിനോദസഞ്ചാര യാത്രകളായിട്ട് മാറിപ്പോവുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ യാത്ര. നിയമസഭയിലടക്കം മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് കോടികളുടെ നിക്ഷേപം ഉണ്ടാകും, സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ നിരവധി മുഖ്യമന്ത്രി നൽകിയതാണ്. എന്നാൽ ആ വാഗ്ദാനങ്ങളായി അവശേഷിച്ചത് മാത്രമല്ലാതെ യാത്രകളിൽ ഒരു തരത്തിലുള്ള നിക്ഷേപവും ഉണ്ടാക്കാൻ പറ്റാതെ പോയി എന്നാണ് വിവരാവകാശ രേഖ സൂചിപ്പിക്കുന്നത്. വിനോദ്, തീർച്ചയായും 10 വർഷത്തിനിടെ മുഖ്യമന്ത്രി നടത്തിയ 25 വിദേശ യാത്രകളിൽ 1 രൂപ പോലും വിദേശ നിക്ഷേപമായി കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരാവകാശ രേഖയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.